ഹായ് എവ്രിവൺ. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് MA എക്കണോമിക്സ് PG ഫസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ അവർക്കുള്ള ഒരു പേപ്പറാണ്. മൈക്രോ എക്കണോമിക്സിലെ ഒരു പേപ്പർ ഉണ്ട്. മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് അപ്ലിക്കേഷൻ പറഞ്ഞ ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പറിൽ വരുന്ന ഒരു മൊഡ്യൂളാണ് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വിചാരിക്കും പേര് കേൾക്കുമ്പോൾ എന്താ സംഭവം എന്ന്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. സോ ലെറ്റ്സ് ഡിസ്കസ് അനദർ ടോപ്പിക് ഇൻ എക്കണോമിക്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ്. എന്താണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഏതൊരു തിയറി പഠിക്കുന്ന സമയത്തും ആദ്യം അത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത് തിയറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എവിടെയാണ് അത് പബ്ലിഷ് ചെയ്തത് എന്നുള്ള ഒരു ഔട്ട്ലൈൻ നമ്മൾ എപ്പോഴും ഏത് തിയറി പഠിക്കുമ്പോഴായാലും ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ബാൻഡ് വാഗൺ ഇഫക്റ്റിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ബാൻഡ് വാഗൺ ഇഫക്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ an American economist Harvey Leibenstein. He formally defined the concept in the seminal 1950 article named Bandwagon, Snob and Veblen Effect in the Theory of Consumers' Demand and published in the Quarterly Journal of Economics. സോ ഇത് നമുക്കൊരു 3-4 പോയിന്റ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. അതായത് ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹാർവേ ലൈബൻസ്റ്റീൻ ആണ്. ആൻഡ് he introduced this concept in his article named, ഏത് ആർട്ടിക്കിൾ ആണ് അദ്ദേഹം ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബാൻഡ് വാഗൺ, സ്നോബ് ആൻഡ് വെബ്ലൻ ഇഫക്റ്റ് ഇൻ ദി തിയറി ഓഫ് കൺസ്യൂമർ ഡിമാൻഡ്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇയർ, ഏത് ഇയറിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1950 ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഈ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തത് ദി ക്വാർട്ടർലി ജേർണൽ ഓഫ് എക്കണോമിക്സ്. സോ ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബാൻഡ് വാഗൺ ഇഫക്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, നമുക്ക് നോക്കാം. Bandwagon effect in economics describes the phenomenon where the economic's demand for a commodity increases because others are also consuming it. എന്താണ് പറയുന്നത്? ഇതൊരു ഫിനോമിനൻ ആണ്. എന്താണ് പറയുന്നത്? കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ഫോർ എ കൊമോഡിറ്റി ഇൻക്രീസ്. അതായത് കൺസ്യൂമറിന്റെ ഒരു ഗുഡിനോടുള്ള ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. എപ്പം? എല്ലാവരും യൂസ് ചെയ്യുന്ന സമയത്ത് അതേഴ്സ് ആർ കൺസ്യൂമിങ് ഇറ്റ്. അതായത് എല്ലാവരും ഒരു സാധനം കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് എനിക്കും ആ പ്രൊഡക്റ്റ് വേണം, എനിക്കും ആ ഗുഡ് ഓർ സർവീസ് വേണം എന്നതാണ് എന്ത് ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ബാൻഡ് വാഗൺ ഇഫക്റ്റ് ഇസ് വെൻ പീപ്പിൾ ഡു സംതിങ് എവരി വൺ എൽസ് ഇസ് ഡൂയിങ് ഇറ്റ്. എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കും ചെയ്യണം എന്നാണ്. അതാണ് അതിന്റെ മെയിൻ കോർ അല്ലെങ്കിൽ മെയിൻ തീം. ബാൻഡ് വാഗൺ എഫക്റ്റിന്റെ മെയിൻ തീം അതാണ്. അതായത് എല്ലാവരും ചെയ്യുന്നു, എനിക്കും വേണം. Everyone is having it, so I have. അത് എന്ത് പ്രിൻസിപ്പിൾ ആണ് ഡിഫൈൻ ചെയ്യുന്നത്? ബാൻഡ് വാഗൺ ഇഫക്റ്റ്. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഒരു ഗുഡ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് നല്ലതാണ്, എല്ലാവരും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് ആ പ്രൊഡക്റ്റ് വേണം. അത്രയേ ഉള്ളൂ എന്ത് ബാൻഡ് വാഗൺ ഇഫക്റ്റ്. നമുക്കിനി ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ഒരു 5-6 എക്സാമ്പിൾസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുത്ത എക്സാമിന് എഴുതാം. 1-2 എക്സാമ്പിൾസ് എഴുതിയാൽ മതി. ബൈങ് an iPhone because many people own one. എല്ലാവരുടെ അടുത്തും ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത്, എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത്, പക്ഷെ എല്ലാവരും ഐഫോൺ ആണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കും ഫോൺ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഐഫോൺ വേണം. അല്ലെങ്കിൽ നൈക്ക് ഷൂ വാങ്ങുന്നു, അത് വൈഡ്ലി പോപ്പുലർ ആണ്, നൈക്ക് ഷൂ വൈഡ്ലി പോപ്പുലർ ആയതുകൊണ്ട് എനിക്കും ഷൂ വാങ്ങാനും നൈക്ക് ഷൂ മതി. സോ എല്ലാവരും ഒരു ക്ലോത്തിങ്ങിന്റെ ബ്രാൻഡഡ് ആയി ക്ലോത്തിങ് ഉപയോഗിക്കുന്നു ബിക്കോസ് ഇറ്റ്സ് ട്രെൻഡിങ്. വാച്ചിങ് എ ബ്ലോക്ക് ബസ്റ്റർ മൂവി ബിക്കോസ് മെനി പീപ്പിൾ റെക്കമെൻഡ് ഇറ്റ്. നമ്മൾ അടുത്തിറങ്ങിയ വാഴ 2 മൂവി നമ്മൾ എല്ലാവരും കാണാൻ പോയി. സോ അതെന്ത് പറയുന്നത്? എല്ലാവരും അത് ഓക്കെ ആണ്, നല്ല അടിപൊളിയാണ്, സൂപ്പർ ഫിലിമാന്ന് പറഞ്ഞു നമ്മൾ എല്ലാവരും കണ്ടതുകൊണ്ട് എനിക്കും അത് കാണണം. ഇത് നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഡെയിലി ലൈഫുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന തിയറിയാണ് ബാൻഡ് വാഗൺ എഫക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് കേട്ടോ.
choosing a restaurant because it's always crowd. ഭയങ്കര തിരക്കുള്ള ഒരു കട ആയതുകൊണ്ട് നല്ല ഫുഡ് ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ആ ഫുഡ് വാങ്ങുന്നു. Buying a best selling book because many people are reading it. ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് റാം കെ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞൊരു ബുക്കില്ലേ, അതെല്ലാവരും വാങ്ങി വായിച്ച ഒരു ബുക്കാണ്. അതെന്തുകൊണ്ട് എല്ലാവരും വാങ്ങുന്നത്? എല്ലാവരും വായിക്കുന്നത് അപ്പൊ നല്ലതാണ്, അപ്പൊ എനിക്കത് വേണം, ആ ഒരു ടെൻഡൻസി. അങ്ങനെ ഒരു ടെൻഡൻസിയിൽ സാധനം വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ബാൻഡ് വാഗൺ ഇഫക്ട് എന്ന് പറയാം. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫ്രം ദി എക്സാമ്പിൾ. സോ ലെറ്റ് ലുക്ക്. ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാൻഡ് വാഗൺ ഇഫക്ട്, പോസിറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി ആണ്. എന്തുകൊണ്ടാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റിന് ഒരു പോസിറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി എന്ന് പറയുന്നത് നോക്കുന്നത്. സോ അപ്പൊ എന്താണ് പോസിറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി എന്ന് മനസ്സിലായാൽ മാത്രമേ അത് എങ്ങനെയാണ് ബാൻഡ് വാഗനെ കണക്ട് ആക്കാൻ പറ്റുകയെന്നല്ലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. A positive network of externality is a situation where the value and usefulness of a product increases as more people use it. ഒരുപാട് പേര് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ വാല്യൂവും യൂസ്ഫുൾനെസ്സും കൂടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി എന്നാ പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ്. നമ്മൾ ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും ടെക്സ്റ്റ് ചെയ്യാനും മെസ്സേജ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ആപ്പാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. വാട്സപ്പ് ഫെമിലിയർ അല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ വാട്സപ്പ് തന്നെ ചൂസ് ചെയ്യുന്നത്? സോ ഇഫ് വൺ പേഴ്സൺ യൂസസ് വാട്സപ്പ്, ഇറ്റ് ഇസ് നോട്ട് യൂസ്ഫുൾ. ഒരു ആള് മാത്രം വാട്സപ്പ്, ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം വാട്സപ്പ് ഉപയോഗിക്കും, അതൊരിക്കലും പോപ്പുലറോ അല്ല, എല്ലാവരും ഉപയോഗിക്കൂല അല്ലെ. ആൻഡ് ആസ് മോർ പീപ്പിൾ യൂസ് ഇറ്റ്, ഇറ്റ് ബിക്കംസ് യൂസ്ഫുൾ ഫോർ എവ്രി വൺ. എല്ലാവരും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ആ ഒരു വാട്സപ്പ് എന്ന് പറയുന്ന ആപ്പ് കൺവീനിയന്റ് ആണ്. അപ്പം അത് എല്ലാവരും യൂസ് ചെയ്യുന്നു, അത് പോപ്പുലർ ആവുന്നു ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ് അല്ലെ. അടുത്തൊരു വേറൊരു എക്സാമ്പിൾ പറയാം. UPI പേയ്മെന്റ് ആപ്സ്. നമ്മൾ ഓൺലൈൻ പേയ്മെന്റ്സ് ആപ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. നോക്കൂ, ഇപ്പൊ നമ്മള് പണ്ട് കാലത്ത് എല്ലാവരും ഒരു ഫണ്ട് എന്നല്ല 2-3 വർഷം മുൻപ് അത് ഉപയോഗിച്ചിരുന്നു അല്ലേ. ഇപ്പൊ അത് എല്ലാവർക്കും പോപ്പുലർ ആയി. ഇപ്പൊ ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം എല്ലാ ഫീൽഡിലും ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം അവൈലബിൾ ആണ് അല്ലെ. ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ്, ഷോപ്സിൽ അവൈലബിൾ ആണ്, റെസ്റ്റോറൻറ്റ്സിൽ, അതുപോലെ സെൽഫായിട്ടൊക്കെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം ഇപ്പൊ അവൈലബിൾ, പോപ്പുലർ ആയി അല്ലെ. അടുത്ത നമ്മൾ ബാൻഡ് വാഗൺ ഇഫക്ട് ഇസ് കോൾഡ് പോസിറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി ബിക്കോസ് ദ വാല്യൂ ആൻഡ് അട്രാക്റ്റീവ്നെസ് ഓഫ് പ്രൊഡക്റ്റ് ഇൻക്രീസസ് ആസ് മോർ പീപ്പിൾ യൂസ് ഓർ ബൈ ഇറ്റ്. മോർ പീപ്പിൾ യൂസ് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി ആ പ്രൊഡക്റ്റിന്റെ വാല്യൂയും യൂസ്ഫുൾനെസ്സും കൂടുന്നു. അപ്പൊ അതൊരു പോസിറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി ആയതുകൊണ്ട് തന്നെ ബാൻഡ് വാഗൺ ഇഫക്റ്റിന് നമ്മൾ പോസിറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി എന്നാ പറയുന്നത്. ഇനി ഒരു വേറെ സിമ്പിൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. മോർ പീപ്പിൾ ബൈ ദ പ്രോഡക്റ്റ് ബിക്കംസ് പോപ്പുലർ. എല്ലാവരും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് പോപ്പുലർ ആവും അല്ലെ. അതർ പീപ്പിൾ ഓൾസോ വാണ്ട് ടു ബൈ ഇറ്റ്. പോപ്പുലർ ആവുമ്പോൾ എല്ലാവർക്കും അത് വാങ്ങുന്നുണ്ടാവും, ബിക്കോസ് ഇറ്റ് ഇസ് പോപ്പുലർ. Therefore demand increases as a number of user increases. ഡിമാൻഡ് കൂടുന്നു എല്ലാവരും വാങ്ങുന്ന സമയത്ത്. This is called positive network of externality because ശ്രദ്ധിക്കണം, one person purchase create a positive effect on other people to buy that product. ഒരു വ്യക്തി ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വേറൊരു വ്യക്തിക്ക് അത് വാങ്ങാനുള്ള. അപ്പം അതുകൊണ്ടാണ് ബാൻഡ് വാഗൺ ഇഫക്റ്റിനെ പോസിറ്റീവ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാൻഡ് വാഗൺ ഇഫക്റ്റ് എന്താണ്, അത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത് ഇയർ, ഏതിൽ പബ്ലിഷ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അതിന്റെ ഡെഫിനിഷൻ നോക്കി, അതിനുശേഷം അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കി, പിന്നെ അത് ഏത് ടൈപ്പ് ഓഫ് എക്സ്റ്റേണലിറ്റി ആണ് നോക്കി, അത് എന്തുകൊണ്ടാണ് പോസിറ്റീവ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് എക്സ്റ്റേണലിറ്റി എന്ന് വിളിക്കുന്നത് നമ്മൾ പഠിച്ചു. സോ ഇത്രയും ടോപ്പിക്സ് ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. Maximum I will reply for it. And adding one more point to my class, do share with your friends if you are able to understand my class. Thank you for watching.